ഈ അമ്പലത്തിൽ പാടുന്ന സമയത്തെ നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ടായിട്ടുണ്ടോ എപ്പോഴേലും മോളുടെ പാട്ട് കേട്ടിട്ട് അമ്പലത്തിൽ? ഇല്ല അങ്ങനെ ഇതുവരെ അങ്ങനെ കേൾക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, എപ്പോഴേലും നടക്കുമായിരിക്കും. നമുക്കിനി പ്ലേ ബാക്കിങ്ങിലോട്ട് വരാം. അപ്പൊ മോളിപ്പോ MG സാറിന്റെ കൂടെയാണ് ഒരു MG സാർ എന്നെ ആദ്യാക്ഷരം എന്ന് പറഞ്ഞിട്ട് ചാച്ചാജി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പഠിപ്പിച്ചു. സാർ തന്നെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പൊ അതില് പാടാൻ പറ്റി. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു തെലുഗു ഫിലിമാണ് ഒറിജിനൽ, അതിന്റെ മലയാളം വേർഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്, അനുദീപ് ദേവ് സാറിന്റെ പാട്ട്. AR റഹ്മാൻ സാറിന്റെ കൂടെ എനിക്കൊരു സ്റ്റേജ് എങ്കിലും ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവമാണ്. അതെല്ലാം നടക്കും, മാനിഫെസ്റ്റ് ചെയ്തിങ്ങനെ. മോഹേ രംഗ് ദോലാ മോഹേ രംഗ് ദോലാൽ നന്द के लाल लाल छेड़ो ना है बस रंग दो लाल मोहे रंग दो लाल देखो देखो तुझको मैं होके निहार. ഈ ഡിവോഷണൽ സോങ്സ് ഒരുപാട് മോള് പാടിയിട്ടില്ലേ? ഉണ്ട്. മനോരമ മ്യൂസിക്കിന് വേണ്ടിയിട്ട് കുറെ പാടിയിട്ടുണ്ട്. ഏതൊക്കെ പാട്ട്, ആർക്കൊക്കെ ഏതൊക്കെ പാട്ടാ പാടിക്കുന്നത്? അലൈപ്പായുധേ, എന്നതവം, മഹാഗണപതി, മാനസ സഞ്ചരരെ, പിന്നെ കന്നഡയില് മൂകാംബിക ദേവിയുടെ ഒരു പാട്ട് പാടി, അയ്യപ്പന്റെയും പാടി, ഭാഗ്യാദലക്ഷ്മി ഭരമ, ഐഗിരി നന്ദിനി, ഭോശംഭോ. ആൽബം സോങ്സ് ബിജിപാൽ സാറിന്റെ മാനത്തിൻ കളിമുറ്റത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടി. പിന്നെ ആൽബം സോങ് ആണ് മറ്റേ ബോധി ഇതിന്റെ പാട്ടായിരുന്നു. പിന്നെ ആൽബം കഴിഞ്ഞ 2 വർഷം മുന്നേ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് പാടിയിരുന്നു. പിന്നെ എന്റെ സ്കൂളിലെ മ്യൂസിക് സാറ് പഠിപ്പിച്ച നമ്മുടെ മൃദംഗ ശൈലേശ്വരി അമ്പലമില്ലേ, ദേവിയുടെ ഒരു പാട്ട്. പിന്നെ ജോസ് അങ്കിൾ എന്നെ കൊണ്ട് 3 പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ ഡിവോഷണല്, പിന്നെ ഒരു ഓണത്തിന്റെ പാട്ടും വിഷുവിന്റെ പാട്ടും. അങ്ങനെ ഈ അമ്പലത്തിൽ പാടുന്ന സമയത്തെ നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ടായിട്ടുണ്ടോ എപ്പോഴേലും മോളുടെ പാട്ട് കേട്ടിട്ട് അമ്പലത്തിൽ? ഇല്ല അങ്ങനെ ഇതുവരെ അങ്ങനെ കേൾക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, എപ്പോഴേലും നടക്കുമായിരിക്കും. അതെ, നമ്മൾ പോണ സമയത്ത് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാണല്ലോ. അപ്പൊ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കായിരിക്കും. അതെ അതെ, എപ്പോ വേണേലും പോയി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അത് വരിക. നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു നല്ലൊരു ഡിവോഷണൽ സോങ് 4 വരി ഭയങ്കര ഇഷ്ടമുള്ള ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു പാട്ടാണ്, മറ്റേ പ്രിയ വേണുഗോപാൽ മാമിന്റെ എന്താണ് നിന്നോട് ഇരക്കേണ്ടത് ഞാൻ. ഓ, നല്ല സോങ്. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഭവാൻ, എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ, ഇനി എന്താകിലും നിൻ ഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ, ഇനി എന്താകിലും നിൻ ഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനെ നിൻ തൃപ്പാദ പങ്കജം കൈ തൊഴുന്നേൻ, തൃപ്പാദ പങ്കജം കൈ തൊഴുന്നേൻ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ വിഷുവിന്റെ തലേന്ന് ഇത് പാടിയിട്ടിരുന്നു. അപ്പൊ പാടിയിട്ടപ്പോ ഈ പാട്ട് ചെയ്ത പ്രിയ മാം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഇനി നല്ലപോലെ പാടും പഠിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷായി. ഈ ഡിവോഷണൽ സോങ്സും ഈ ഫിലിം സോങ്സ് ഒക്കെ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ മോൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജോൺറ ഏതായിരിക്കും?
അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എല്ലാം ഇഷ്ടമാണ് അല്ലേ? എല്ലാം ഇഷ്ടമാണ്. ഫിലിം സോങ്സില് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ കൂടുതലും ഫിലിം സോങ്സ് ആണ്. കൂടുതലും പിന്നെ ഡിവോഷണലും കേൾക്കാറുണ്ട്. ഇപ്പൊ ഇതേപോലെ എന്താണ് നിന്നോട് ഇരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ശിവന്റെ മറ്റേ താണ്ഡവത്തിന്റെ അങ്ങനെയൊക്കെ കേൾക്കും. പിന്നെ ഫിലിം സോങ്സ് ആണ് മിക്കതും ഈ മറ്റേ വിഷമമുള്ള പാട്ടുകളാ. ആണോ? വളരെ കുറച്ചുള്ളൂ, കുറച്ചൊക്കെ മറ്റേ ബീറ്റൊക്കെ ഉള്ള പാട്ട്. ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഉള്ളത്. ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ വളരെ കുറവാ. ഞാൻ കേൾക്കുന്ന പാട്ടുകൾ ഞാൻ എല്ലാം പാടും, പക്ഷെ എനിക്ക് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം ഭയങ്കര സൂതിങ് ആയിട്ട് അത് കേട്ടോണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല സുഖ. വിഷമ പാട്ടുകൾ പാടിയിട്ട് അല്ല കേട്ടോണ്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. സൺസെറ്റ് ഒക്കെ കാണുമ്പോ ഏത് പാട്ടാ ഓർമ്മ വരിക? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ പാട്ടുകളുണ്ട്. എനിക്കൊരു ഒറ്റ ഫേവററ്റ് എന്നുള്ള സംഭവം ഇല്ല, കൊറേ ഉണ്ട്. ഇപ്പൊ ഫേവററ്റ് സിംഗർ എന്ന് ചോദിച്ചാലും അതും കൊറേ ഉണ്ട്. അപ്പൊ അതുകൊണ്ടത് വളരെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ കുറച്ചൊക്കെ മറ്റേ ഹാപ്പി മൂഡുള്ള പാട്ടുകളും ഇഷ്ടമാണ്. മലയാളത്തിലാണെങ്കിലും കൊറേ ഉണ്ട്. എത്രയോ ജന്മമായി, പിന്നെ ഓർമ്മകൾ ഇങ്ങനത്തെ ഒക്കെ പാട്ടുകൾ. ഓർമ്മകൾ ആ പാട്ട് അത് ഭയങ്കര ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടം. പിന്നെ കൂടുതലും പഴയ പാട്ടുകളോട് മൂഡ് ഓക്കെ ആയിട്ട് അല്ലാതിരിക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് പാട്ടാണ്? സാഡ് ആയിരിക്കും, സാഡ് സോങ് ആയിരിക്കും നേരത്തെ മിക്കതും. ഒന്നും കൂടെ സാഡ് ആവില്ലേ അപ്പൊ? അങ്ങനെ വലുതായിട്ടില്ല. എനിക്ക് പാട്ടെന്ന് പറയുമ്പോ എല്ലാത്തിനും പാട്ട് വേണം. എന്ത് പണി ചെയ്യുകയാണെങ്കിലും എനിക്ക് പാട്ട് കേൾക്കണം, എന്നാലും ഒരു സമാധാനം കിട്ടും. എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എത്ര കേട്ടാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊറേ ഉണ്ട്. അങ്ങനെ കൊറേ ഉണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം ഏതാ? ഒരു പാട്ട് എത്ര പ്രാവശ്യം കേട്ടാലും എനിക്കത് മടുക്കുന്നില്ല, അങ്ങനെയുള്ള പാട്ടുണ്ടോ? ഹിന്ദിയാണ് കൂടുതൽ. ഹിന്ദിയാ വരുന്നതല്ലേ മൈൻഡില് പെട്ടെന്ന്? മറ്റേ ഈ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലഗ് ജാ ഗലെ, രേന ബീത്തി ജായ്, പിന്നെ ഗസൽസ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ജോണറേസും കേൾക്കും. ഇംഗ്ലീഷ് പാട്ട് കേൾക്കും. കേപ്പോപ്പ് അങ്ങനെ വലുതായിട്ട് കേൾക്കാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ കേൾക്കും. ഹിന്ദുസ്ഥാനി പഠിക്കണം എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഗസൽസ് ഒക്കെ പാടാനായിട്ടുള്ള മെയിൻ ബേസ് ഹിന്ദുസ്ഥാനിയാണല്ലോ, അപ്പൊ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം കർണാട്ടിക് ഒരു തീരുമാനം ആയിട്ട് അത് നോക്കാം. കർണാട്ടിക് ഇപ്പൊ ആരുടെ കൂടെ ഇപ്പൊ വിജേഷ് ഗോപാൽ എന്ന് പറഞ്ഞിട്ട് വിജയ് സാറിന്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. സാറ് ഗ്രൂമർ ആയിരുന്നു ഫ്ലവേഴ്സിൽ. അപ്പൊ അങ്ങനെ സാറിനെ പരിചയപ്പെട്ടതാണ്. ഫിനാലെ കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ അടുത്ത് അന്ന് ലോക്ക്ഡൌണിന്റെ ടൈമിൽ ജോയിൻ ചെയ്തു. ഈ റിയാലിറ്റി ഷോയില് നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ, പക്ഷെ നമുക്ക് മൈൻഡിൽ ഒരു ഉണ്ടാവല്ലോ, ഈ പാട്ട് ഞാൻ പാടിയിട്ടില്ല, അങ്ങനെ വല്ല പാട്ടും ഉണ്ടായിരുന്നോ? പക്ഷെ പാടിയിട്ട് അത്ര അങ്ങനെ ഉദ്ദേശിച്ച അത്ര ആയിട്ടില്ല എന്നുള്ള പാട്ടുകളുണ്ട്. അതേതാണ്? മെയിനായിട്ട് ഈ പാട്ടിൽ എൻ ജീവന്, പിന്നെ രാഗേന്ദു കിരണങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെ സമയത്ത് എനിക്ക് തൊണ്ട വയ്യാണ്ടിരുന്ന് പാടിയതാ. എൻ ജീവനയുടെ മെയിൻ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ റിഹേഴ്സലിനൊക്കെ പാടിയപ്പോൾ ഭയങ്കര നല്ലപോലെ പാടി. എല്ലാവരും പറഞ്ഞേ അടുത്ത എൻപൂവെ പോലെ ഇത് പോകുന്നുള്ള സംഭവം പറഞ്ഞേ. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ തൊണ്ട ഫുൾ കാറ്റായി. പിന്നെ ഈ പാട്ടിൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഭയങ്കര റേഞ്ച് കൂടിയ പാട്ടുകളൊക്കെ അത് നമുക്കൊരു പാടാം. ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയല്ലേ, എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഈ പാട്ടിൽ എനിക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം എം ജെ സാറിന്റെ പാട്ടായിരുന്നു. അപ്പൊ ശ്രേയാ ഘോഷാലിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എം ജെ സാറിന്റെ മുന്നിൽ സാറിന്റെ തന്നെ പാട്ട് വന്ന് പാടുമ്പോ അപ്പൊ ഒരു ഓക്കെ നമുക്ക് നല്ലപോലെ പാടണം എന്നുള്ള രീതിക്ക് ഇപ്പൊ തൊണ്ട പെട്ടെന്ന് കാറ്റായി പോയതുകൊണ്ട് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ വിചാരിച്ചത്രയും പാടിയില്ല. പക്ഷെ ഞാൻ നല്ലപോലെ എനിക്ക് പറ്റുന്നത്രയും ഞാൻ ട്രൈ ചെയ്തു.
അപ്പോൾ അങ്ങനെ എം ജി സാറിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണെങ്കിലും ലേഖ മാമും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി പാടി, നല്ല രസമായിരുന്നു. അപ്പോൾ സാറ് സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു തന്നു എങ്ങനെയാ പാടണ്ടേ, എവിടെയാണ് ഇപ്പൊ നമ്മള് സംഗതി ഇടണ്ടേ. ഈ വോയിസ് മോഡുലേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഫീലോട് കൂടി പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. ഇഷ്ടമാണ്, വേരിയേഷൻ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെയിനായിട്ട് ക്രെഡിറ്റ്സ് അമ്മയ്ക്കാണ്. കാരണം എവിടെയാണ് എങ്ങനെയാണ് വരണ്ടേ, കൈ എങ്ങനെയാണ് വെക്കേണ്ടത്, അങ്ങനെയൊക്കെ എല്ലാം എനിക്ക് മൊത്തത്തിൽ എല്ലാം പറഞ്ഞു തരുന്നതൊക്കെ അമ്മയാണ്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ